അനായാസമായ അഭിനയ മികവ്, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്. തമിഴ് സിനിമയിൽ കമൽഹാസനോടൊപ്പം ഈ വിശേഷണങ്ങൾ ചേർത്ത് വെക്കപ്പെടാറുള്ളത് വിക്രത്തിന് കൂടിയാണ്. തമിഴിലെ മികപ്പെരിയ നടികരുടെ ലിസ്റ്റിൽ മുൻപന്തിയിലുള്ള കെന്നഡി ജോൺ വിക്ടർ എന്ന വിക്രം. ആ പേര് അറ്റത്ത് വെച്ചുകൊണ്ടൊരു പയ്യൻ 2019 തൻ്റെ ആദ്യ സിനിമയുമായി കോളിവുഡിൽ എൻട്രി നടത്തി. സന്ദീപ് റെഡ്ഡി വാങ്കയുടെ അർജുൻ റെഡ്ഡിയുടെ തമിഴ് റീമേക്ക് ആയിരുന്നു ആ ചിത്രം. എന്നാൽ അത്ര ശുഭകരമായൊരു തുടക്കമായിരുന്നില്ല അയാൾക്ക് ലഭിച്ചത്. തൻ്റെ അച്ഛന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ സംവിധായകൻ ബാലയായിരുന്നു റീമേക്ക് സിനിമയുടെ ആദ്യ സംവിധായകൻ. വർമ്മ എന്ന് പേരിട്ട സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയപ്പോൾ ആ നായകനെ തേടി വിമർശനങ്ങളും എത്തി. റീമേക്കല്ല, അർജുൻ റെഡ്ഡിയുടെ സ്പൂഫ് എന്നും കഥാപാത്രത്തെ നശിപ്പിച്ചെന്നുമായി പരിഹാസങ്ങൾ. അച്ഛനുമായുള്ള താരതമ്യവും ആ പയ്യന് ചുറ്റും പൊതിഞ്ഞു. സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം തീർന്ന് പ്രിവ്യൂ കണ്ട ശേഷം ഫുട്ടേജിൽ തൃപ്തരല്ലാത്ത നിർമ്മാതാക്കളും അതൃപ്തി അറിയിച്ചു. സിനിമ ഉപേക്ഷിച്ചു. സംവിധായകനെ ചേഞ്ച് ചെയ്ത് വർമ്മ ആദിത്യവർമ്മ എന്ന പേരിൽ വീണ്ടും പൂർണ്ണമായും ഷൂട്ട് ചെയ്തു. 2019 ജൂൺ 16 ആദിത്യവർമ്മയുടെ ആദ്യ ടീസർ പുറത്തിറങ്ങി. കട്ടിത്താടിയും കൂളിംഗ് ഗ്ലാസുമായി എരിഞ്ഞുയർന്ന സിഗരറ്റിന്റെ പുകയ്ക്കിടയിൽ ആ മുഖം വ്യക്തമായി. കൂടെ പേരും തെളിഞ്ഞു, ധ്രുവ് വിക്രം. പരിഹാസങ്ങൾ കയ്യടിയായി, താരതമ്യപ്പെടുത്തലുകൾ അഭിനന്ദനമായി. അർജുൻ റെഡ്ഡിയുടെ ഓറ ആദിത്യവർമ്മയിലൂടെ തമിഴിലേക്കും കൂടുമാറ്റം നടത്തി. ആ നായകനിൽ ഒരു സ്റ്റാർ മെറ്റീരിയലിനെ കൂടെ തെളിഞ്ഞു കണ്ടു. ആദിത്യവർമ്മയുടെ റിലീസിന് പിന്നാലെ ധ്രുവ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അയാളുടെ റോ പെർഫോമൻസും ഇമോഷണൽ ഡെപ്തുമെല്ലാം വിമർശകരുടെ പോലും വായടപ്പിച്ചു. ദേഷ്യവും സങ്കടവും വിരഹവും വിഷാദവുമെല്ലാം ആ പെർഫോമർ ആളുകളിലേക്ക് ഇന്റൻസ് ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. താൻ ഇവിടെ വന്നത് പോകാനല്ല, തൻ്റെതായ ഒരിടം കെട്ടിപ്പടുക്കാനാണെന്ന് ആദ്യ സിനിമയിലൂടെ തന്നെ ധ്രുവ് തെളിയിച്ചു. അപ്പോഴും നെപ്പോ കിട്ടുന്ന ചാപ്പ അയാളെ അടിച്ചേൽപ്പിക്കാൻ പലരും ശ്രമിച്ചിരുന്നു. ആദിത്യവർമ്മയ്ക്ക് ശേഷം നായക വേഷത്തിൽ തന്നെ സിനിമകൾ പലതും ചെയ്യാമെന്നിരിക്കെ പിന്നീട് ധ്രുവിനെ കണ്ടത് തൻ്റെ അച്ഛൻ്റെ സിനിമയിലാണ്. കാർത്തിക് സുബ്രാജ് ചിത്രത്തിൽ തൻ്റെ ഇഷ്ടനടന്റെ അച്ഛൻ്റെ വിക്രത്തിന്റെ വില്ലനായി അയാൾ പൂണ്ട് വിളയാടി. കട്ടിമീശയുമായി എത്തി പീക്ക് വില്ലനിസമാണ് ധ്രുവ് വന്ന് കാട്ടിയത്. മഹാൻ ആ നടനിലെ മറ്റൊരു സൈഡിനെ കൂടിയാണ് എക്സ്പ്ലോർ ചെയ്തത്. ഘനഗംഭീരമായ ശബ്ദവും സ്റ്റൈലിഷ് ലുക്കുമെല്ലാം പലയിടത്തും വിക്രത്തെ റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ധ്രുവ് തൻ്റെതായ ഒരു യുണീക്നെസ് കഥാപാത്രങ്ങളിൽ കൊണ്ടുവന്നു. മഹാൻ OTT വഴിയായിരുന്നു റിലീസ് ചെയ്തത്. അതിനാൽ തന്നെ ആ സിനിമയുടെ റെസ്പോൺസ് പൂർണ്ണമായും എൻജോയ് ചെയ്യാനായില്ലെന്ന് ഈയിടെ ധ്രുവ് പറഞ്ഞിരുന്നു. അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഗ്രേറ്റ്ഫുൾ ആണ് അയാൾ. അതേസമയം സിനിമയുടെ ഷൂട്ട് സമയത്ത് വിക്രവുമായി അകൽച്ചയുണ്ടായെന്നും താരം വെളിപ്പെടുത്തുന്നു. ഷൂട്ട് തീർന്നപ്പോഴാണ് സമാധാനമായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 3 വർഷങ്ങൾക്കിപ്പുറം ധ്രുവ് ബൈസണുമായി എത്തിയിരിക്കുന്നു. താൻ ഇതുവരെ ചെയ്ത സിനിമകളുടെ ഫോർമാറ്റിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവയെല്ലാം പൊളിച്ചെഴുതിയൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ. മാരി സെൽവരാജ് എന്ന സിഗ്നേച്ചർ സംവിധായകൻ കൂടിയാകുമ്പോൾ ആ വരവ് ധ്രുവിന് സ്പെഷ്യലാണ്. തൻ്റെ ആദ്യ സിനിമയാണ് ബൈസൺ എന്നാണ് ധ്രുവ് ഈയിടെ അഭിപ്രായപ്പെട്ടത്. അതിന് കൃത്യമായൊരു കാരണവും ധ്രുവിനുണ്ട്. ആദിത്യവർമ്മ ഡെബ്യൂ സിനിമയാണെങ്കിലും അതിനൊരു റെഫറൻസ് ഉണ്ടായിരുന്നു. അതിനാൽ ആ സിനിമയെ എൻ്റെ ഇൻഡിപെൻഡൻ്റായ ആദ്യ സിനിമയായി കാണാനാകില്ല. കാർത്തിക് സുബ്രാജിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചത് വളരെ സ്പെഷ്യലാണ് കാണുന്നതെങ്കിലും മഹാൻ ഒരു ചെയ്യാൻ പടമാണ്. ആ സിനിമയിൽ ചെറുതാണെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്യുന്ന സമയത്താണ് അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമയാകും എൻ്റെ ആദ്യ സിനിമയെന്ന ചിന്ത വന്നത്, ധ്രുവ് പറയുന്നു. ബൈസണിലേക്ക് എത്തുമ്പോൾ ധ്രുവിൻ്റെ പെർഫോമൻസ് തന്നെയാണ് ഹൈലൈറ്റ്. മാരി സെൽവരാജ് പൊളിറ്റിക്സിനെ സ്പോർട്സിനോട് കൂട്ടിച്ചേർത്തപ്പോൾ ഗംഭീരമായൊരു അനുഭവം സിനിമ നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കബഡിയിൽ കാളക്കൂറ്റനാകുന്ന ധ്രുവ് പ്രശംസകളും ഏറെ പിടിച്ചുപറ്റുന്നു. സിനിമയ്ക്കായി താരം നടത്തിയ ഹാർഡ് വർക്കും ഏറെ ചർച്ചാ വിഷയമാണ്. ഷൂട്ടിനിടെ പരിക്കുകൾ ധ്രുവിനെ അലട്ടിയിരുന്നു. ഇടത് കൈ ഒടിഞ്ഞു, 3 പല്ലുകൾ റൂട്ട് കനാൽ ചെയ്തു, കഴുത്ത്, കൈമുട്ട്, വിരലുകൾ അങ്ങനെ വേദനകൾ നിറഞ്ഞതായിരുന്നു ആ ദിവസങ്ങൾ. പക്ഷേ അതെല്ലാം താൻ ആസ്വദിച്ചുവെന്ന് ധ്രുവ് പറയുന്നിടത്ത് ചിലർക്കെങ്കിലും ചിന്ത പോവുക അയാളുടെ അച്ഛനിലേക്കാകും. ധ്രുവിനെയും ഓടാൻ പ്രേരിപ്പിച്ചത് ആ പേര് തന്നെ. സിനിമയ്ക്കായി ഓരോ തവണയും ചില ടഫ് സിറ്റുവേഷനുകൾ ഫേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്കലി ഡിമാൻഡ് ചെയ്യുന്ന സമയത്തുമെല്ലാം അച്ഛനാണ് മനസ്സിലുണ്ടാവുക. അദ്ദേഹം ഒടിഞ്ഞ കാല് വെച്ച് അത്രയും ചെയ്തെങ്കിൽ എനിക്കിത് ചെയ്തുകൂടെ എന്ന് സ്വയം ചോദിക്കും. ഇതാണ് ധ്രുവിന്റെ മനസ്സിലൂടെ കടന്നുപോയത്. ബൈസണിൽ റിസ്ക് ഷോട്ടുകൾ പലതും ചെയ്തപ്പോൾ അച്ഛൻ്റെ ഹാർഡ് വർക്കും നിരന്തര പ്രയത്നവും അയാളുടെ ഉള്ളിലെത്തുന്നു. മാരി സെൽവരാജിന്റെ കൂടെ വർക്ക് ചെയ്തതിനു ശേഷം ലിമിറ്റുകൾക്ക് അപ്പുറത്തേക്ക് പുഷ് ചെയ്യാനാകുമെന്ന് മനസ്സിലായെന്നും ധ്രുവ് കൂട്ടിച്ചേർക്കുന്നു. ഒരു സ്റ്റാർ കിഡ് ആണെന്നും അതുവഴി അവസരങ്ങൾ കിട്ടുമെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുന്നു. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ എൻ്റെതായ ഇടം കണ്ടെത്തണം. ആളുകൾ എന്നെ സ്നേഹിക്കുന്നതിനും സ്വീകരിക്കുന്നതിനു വേണ്ടി എന്തും ചെയ്യാനും തയ്യാറാണ്. അതുവരെ ഞാൻ എൻ്റെ ജോലി തുടരും. തീർച്ചയില്ലാത്തൊരു ഡെബ്യൂവിൽ നിന്ന് കുതിച്ചു പായുന്ന ധ്രുവിന്റെ വാക്കുകൾ ദൃഢമാണ്. നെപ്പോ കിട്ടുന്ന ബാരിയറിൽ തളച്ചിട്ടാലും ആ ശരീരത്തിനുള്ളിലെ കഴിവുകൾ പ്രകടമായിക്കൊണ്ടേയിരിക്കും. ചെയ്ത സിനിമകളെല്ലാം തെളിയിക്കുന്നതും അതുതന്നെ. ഓരോ സിനിമയിലും വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണമെന്ന് നിശ്ചയം അയാൾക്കുണ്ട്. വിജയം തലയിലേറ്റരുത്, തോൽവി മനസ്സിൽ വെക്കരുത് എന്ന അച്ഛൻ്റെ ഉപദേശവും കൂടെയുണ്ട്. എക്സ്പെക്ടേഷനുകളുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ചിയാന്റെ ലെഗസിയോടൊപ്പം തൻ്റെതായ ഒരു സാമ്രാജ്യവും ധ്രുവ് കെട്ടിപ്പടുക്കട്ടെ.